സാംസ്കാരിക തലസ്ഥാനത്തെ ഉണ്ണിക്കോട്ടകൽ ദിനങ്ങളുടെ തുടക്കമാവുകയായിരുന്നു. തെല്ലൊരു അഹങ്കാരത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞാൻ തൃശ്ശൂർ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോരപ്പത്ത് ലൈനിലെ ആ പഴയ നാലുകെട്ട് വീട്ടിലെ ബ്യൂറോയിൽ താമസവും, പകൽ ഉണ്ണിക്കോട്ടക്കലും രാത്രി അമ്മയുടെ ഉണ്ണിക്കുട്ടിയുമായി ഉള്ള ദിനങ്ങൾ. എന്നും പാതിരാത്രിക്ക് പതിവ് പോലെ അമ്മയെ വിളിച്ച് അച്ഛനെ വിളിച്ച് മുൻപിൽ കാണുന്ന വടക്കുംനാഥനെ സ്തുതിച്ച് കിടന്നിറങ്ങുന്ന ദിവസങ്ങൾ. തൃശ്ശൂർ സാംസ്കാരിക നഗരിയെക്കുറിച്ച് ഒട്ടേറെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും സ്വരാജ് റൗണ്ടും തേക്കുംകാടും വടക്കുംനാഥനും തിരുവമ്പാടിയും പാറമേക്കാവും അടങ്ങിയ ആ ക്ഷേത്രനഗരി ഓരോ ദിവസവും എനിക്ക് ഓരോ അനുഭവങ്ങളാണ് നൽകിയിരുന്നത്. വന്ന നാൾ മുതൽ ആഗ്രഹിച്ച വടക്കുംനാഥ ദർശനം പൂർത്തീകരിച്ചത് തന്നെയാണ് എൻ്റെ ഒരു വലിയ മോഹം കൂടിയായിരുന്നു. കേട്ടറിവുള്ള ആ വടക്കുംനാഥ തിരുസന്നിധിയിൽ ഔദ്യോഗികമായൊരു ഉണ്ണിക്കോട്ടക്കലായി എത്തിപ്പെടാൻ, ആ സർവേശ്വരന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ ഇക്കാലത്തെയും എന്തിനും തുടക്കം അതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കാനും കാരണം. തുടർന്നങ്ങോട്ട് എന്നും സായാഹ്നങ്ങളിൽ എന്നെ ഉത്ഭുതരാക്കാൻ എത്താറുള്ള നവാബുമായിട്ടുള്ള ദിനങ്ങൾ. ആ ഇടയ്ക്കാണ് തൃശ്ശൂർ ടൗൺ ഹാളിൽ ജനതാദൾ പിളർന്ന ഒരു സമയമായിരുന്നത്. വീരേന്ദ്രകുമാർ പക്ഷവും അരങ്ങിൽ ശ്രീധരൻ പക്ഷവും തമ്മിലുള്ള ഒരു ക്ലാഷിൻ്റെ സമയത്ത് രണ്ടു കൂട്ടരും അവിടെ ഒരു സമ്മേളനത്തിൽ എത്തിപ്പെടുകയും അവർ തമ്മിൽ ക്ലാഷാവുകയും സംഘർഷം ഉടലെടുക്കുകയും, ഒരു ട്രെയിനിയായി ഞാൻ ബാലപാഠങ്ങൾ പഠിക്കും മുൻപേ ഒരു ആവേശത്തിൽ ആ സംഘർഷത്തിൻ്റെ പടമെടുക്കാൻ ശ്രമിക്കുകയും, അതിനിടയ്ക്ക് ഒരു വിഭാഗം എന്നെ കയ്യേറ്റം ചെയ്തു. സത്യമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരെയുണ്ടായ ഒരു പത്രപ്രവർത്തന ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവ പാഠം അതായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ എന്നെ എല്ലാ അർത്ഥത്തിലും ആ വിഭാഗം തല്ലിച്ചതച്ച് ആ ടൗൺ ഹാളിൻ്റെ അരികിലെവിടെയുള്ള ഒരു ചെറിയ തെങ്ങിൻ്റെ കുഴിയിലേക്ക് എന്നെ വീഴ്ത്തുകയായിരുന്നു. അക്കാലത്തെ അവിടുത്തെ പത്രക്കാർ ഓടി വന്ന് ഒരു പക്ഷേ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എക്കാലത്തും എനിക്ക് മറക്കാനാവാത്ത ഒരു മുദ്ര അവിടുന്ന് കിട്ടുമായിരുന്നു. അതാണ് ഫോട്ടോ ജേർണലിസ്റ്റായി കയറിയ ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു സമ്മാനം. അത് തൃശ്ശൂരിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മറക്കാനാവാത്തതും ആയ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ ഫോട്ടോ ജേർണലിസത്തിൻ്റെ ഒരു പ്രാധാന്യം. കാരണം ഒരുപക്ഷെ ഒരു യുദ്ധത്തിലെ മുൻനിരയിലുള്ള പട്ടാളക്കാരൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു തീപിടുത്തമുണ്ടാകുമ്പോൾ ഫയർഫോഴ്സുകാരുടെ റോള്, ഇതെല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു റോളാണ് സത്യത്തിൽ ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രസ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ റോള്. അവരായിരിക്കും മുന്നണി പോരാളികൾ, അവരായിരിക്കും മുൻപിൽ പട നയിക്കുന്നവർക്കൊപ്പം എന്നും ഉണ്ടാവേണ്ടത്. വെടിവെപ്പായാലും യുദ്ധമായാലും അവരെപ്പോഴും പിറകിലായിരിക്കില്ല, അവരെപ്പോഴും മുൻപിലായിരിക്കും. ഒരു പടമെടുക്കാൻ ഒരു പക്ഷേ ആർക്കും കഴിയാം, അത് ഒരു ഫോട്ടോഗ്രാഫി ആവുന്നുള്ളൂ. ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ ജനിക്കുക എന്ന് പറയുന്നത് നമ്മൾ അവിടെ നടക്കുന്ന അതിൻ്റെ ഒരു വാർത്ത കാണാൻ ശ്രമിക്കുക, വാർത്ത കണ്ടെത്തുക, അത് പകർത്തുക, അതുതന്നെയാണ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്. അപ്പോൾ സംഭവിച്ചേക്കാവുന്ന ചില ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ ഒന്നാണ് ഈ കിട്ടിയ മർദ്ദനം. ഇതുപോലൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കിയിൽ വിക്ടർ ജോർജ് മരണത്തെ കൂടെ പോയത്. തുടർന്നങ്ങോട്ട് തൃശ്ശൂർ ദിനങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരുപാട് ഓർമ്മകളുടേതായിരുന്നു. ഒരിക്കലും മറക്കാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ലോകം ആരാധിച്ച മദർ തെരേസ തൃശ്ശൂർ വന്നിരുന്നു. കേട്ടുമാത്രം കേൾവിയുള്ള, അറിഞ്ഞിരുന്ന, ബഹുമാനിച്ചിരുന്ന
ലോകത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച മദർ തെരേസ തൃശ്ശൂർ സന്ദർശനത്തിനെത്തിയപ്പോൾ എനിക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നൊരു കേന്ദ്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെന്നായപ്പാറ എന്നോ മറ്റോ സ്ഥലത്തുള്ള ഒരു ക്യാമ്പുണ്ടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ പോയത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു പത്രക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പത്ര ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ എൻ്റെ അരങ്ങേറ്റങ്ങളായിരുന്നു. ഇപ്പോഴും മദർ തെരേസയെ ആദ്യമായി കണ്ട ആ നിമിഷം ഞാൻ രോമാഞ്ചത്തോടു കൂടി തന്നെയാണ് ഓർക്കുന്നത്. കൂനിക്കൂടിയ, വളരെ ശുഷ്കിച്ച ആ അമ്മ, അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അമ്മ എന്ന് തന്നെ പറയാം. അമ്മ അവിടുത്തെ അന്തേവാസികളെ, ആ രോഗികളെ ചേർത്ത് പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ ആ മുഖത്തോട് ചേർന്ന് ഉമ്മ വയ്ക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ചേർത്ത് നിർത്തുന്നതും ആയ ഒത്തിരി പടങ്ങൾ അമ്മ എന്നുള്ള വാക്കിന് പ്രസക്തി കൊടുത്തിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ പത്ര ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം ഓർക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു പടമെടുപ്പായിരുന്നു മദർ തെരേസയെ കണ്ടതും പടമെടുത്തതും. അതുപോലെ ചിന്മയാനന്ദ സ്വാമിജി, ലോകം അറിയുന്ന, അംഗീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ സന്ദർശനത്തിൽ എനിക്ക് ഒട്ടേറെ പടങ്ങളെടുക്കാനും അദ്ദേഹത്തോടു കൂടി കുറേ നേരം ചെലവഴിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇന്നും മറക്കാനാവാത്ത ഒരു ദിനമായിട്ട്, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചറായിട്ട് ഞാൻ ഓർക്കുകയാണ്. തുടർന്നങ്ങോട്ട് പതിവ് ഷെഡ്യൂളുകൾക്ക് പുറമേ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ടി എൻ ശേഷൻ അന്ന് ഇന്ത്യയിൽ ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയും, ഇലക്ഷൻ കമ്മീഷണർ എന്ന ഒരു പോസ്റ്റ് അന്വർത്ഥമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഒരാളായിരിക്കും പക്ഷേ ടി എൻ ശേഷൻ്റെ പത്രസമ്മേളനം പ്രസ് ക്ലബ്ബിൽ നടക്കുമ്പോൾ അന്ന് ശരിക്കും എല്ലാ അർത്ഥത്തിലും, അക്ഷരാർത്ഥത്തിൽ ടി എൻ ശേഷൻ എന്ന് പറയുന്ന അത്യുജ്വലമായ രോഷക്കാരനും കാർക്കശ്യമായിട്ടുള്ള നിലപാടുകളും നിയമങ്ങളും ആയിട്ട് രംഗപ്രവേശം ചെയ്ത ടി എൻ ശേഷൻ്റെ പത്രസമ്മേളനം മീറ്റ് ദ പ്രസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ നിന്ന് തന്നെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ, ഞാൻ പടം എടുക്കുന്ന ഒരു വേള ഈ പടം എടുക്കുമ്പോൾ ക്ലിക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് ടി എൻ ശേഷൻ സീറ്റിൽ നിന്ന് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് എന്നെ തീപാറുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ആ കണ്ണുകൾക്ക് മുൻപിൽ സത്യത്തിൽ ഞാൻ കത്തിപ്പോകുമോ എന്ന് വരെ ഞാൻ കരുതിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യത്തെയാണല്ലോ. അടുത്ത നിമിഷം തന്നെ ടി എൻ ശേഷൻ തുടർന്ന് കാണിച്ച ഭാവം എന്ന് പറയുന്നത് ഒരു ഗോഷ്ഠിയായിരുന്നു. 3 ഭാവങ്ങൾ അതേസമയം എന്നെ നോക്കി ചിരിച്ച്, അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ നോക്കി പൊട്ടിച്ചിരിച്ച് കൈകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. പക്ഷേ എന്തായാലും ടി എൻ ശേഷനെ പോലെ, പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു എത്ര വലിയ കർക്കശക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സരസതയാണ് ആ പത്രക്കാരനോട്, അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറോട് അദ്ദേഹം കാണിച്ചത്. ആ ഭാവങ്ങളൊക്കെ തന്നെയായിരുന്നു തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ മനോരമയിൽ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ആ ഇടയ്ക്ക് തന്നെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രിട്ടീഷ് രാജകുമാരൻ കൊച്ചിയിൽ സന്ദർശനത്തിനെത്തുകയും അതിൻ്റെ പടമെടുക്കാനുള്ള കുറേ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായിട്ട് എന്നെ അസൈൻ ചെയ്യുകയും ഞാൻ അവിടെ എത്തിപ്പെടുകയും അങ്ങനെ ഒരു അവസരം കൂടി ജീവിതത്തിൽ എനിക്ക് ഉണ്ടായി. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, തെക്കേ ഗോപുരനടയിലെ മുൻപിലുള്ള ഒരു വലിയ ബിൽഡിങ്ങിൽ എല്ലാ വർഷവും എല്ലാവരും കയറുന്ന ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഉയരങ്ങളിൽ നിന്ന് ഞാൻ തൃശ്ശൂർ പൂരം പകർത്തുന്നു. തുടർന്ന് വെടിക്കെട്ട് എന്നെ സംബന്ധിച്ച് അതൊരു വിസ്മയമായിരുന്നു. കാരണം ഇന്നും എൻ്റെ മനസ്സിൽ, അതിനുശേഷം ഒത്തിരി പടങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അന്നത്തെ തൃശ്ശൂർ പൂരം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെയുണ്ട്. തുടർന്ന് പ്രസ് ക്ലബ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെടിക്കെട്ട്, ഇന്നത്തെ പോലെയല്ല വെടിക്കെട്ട്. ആ വെടിക്കെട്ട് ഒരു പക്ഷേ നേരം വെളുക്കുവോളം തൃശ്ശൂർ നഗരം മുഴുവൻ കുലുക്കത്തക്ക വിധത്തിലുള്ള വെടിക്കെട്ടിൻ്റെ പടങ്ങൾ. വളരെ കുറച്ച് ദിനങ്ങൾ കൊണ്ട് തന്നെ തൃശ്ശൂർ എന്നെ സംബന്ധിച്ച് ഒത്തിരി അനുഭവങ്ങൾ
സമ്മാനിച്ചതാണ്. അതിനിടയ്ക്കാണ് ഒരിക്കൽ ബ്യൂറോയിൽ തന്നെ കിടക്കുന്ന എനിക്ക് പുലർച്ചെ 4 മണിക്ക് ഒരു കോൾ വരികയും തൃശ്ശൂരിനടുത്ത് പോട്ടയിൽ ട്രെയിൻ മറഞ്ഞു കത്തുന്നു എന്ന് പറഞ്ഞ ഒരു ഫോൺ വരികയും ഞാൻ ഉടനെ ടാക്സി വിളിച്ച്, എനിക്ക് തോന്നുന്നു നേരം വെളുക്കുന്ന സമയമായിട്ടേ ഉള്ളൂ, ചാലക്കുടിക്കടുത്ത് പോട്ടയിൽ വാഗൺ, ഡീസൽ വാഗൺ, അതൊക്കെ പിന്നീടാണ് അറിഞ്ഞത്, അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പ്രയാണം ആരംഭിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആകാശം മുഴുവൻ തീഗോളം കണക്കെ പുക കൊണ്ട് നിറഞ്ഞിരുന്നു. എത്രയോ കിലോമീറ്റർ ദൂരെ തന്നെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ വളരെ ഏറെ പ്രയാസപ്പെട്ട്, കാരണം അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമായിരുന്നു. ഈ വാഗൺ, ഡീസൽ വാഗൺ മറിഞ്ഞ് കത്തിയതിൽ നിന്നുള്ള പുക ആകാശം കണക്കെ 40ഓളം വാഗണാണ് അന്ന് അവിടെ വന്ന് വീണ് കത്തിയത്. ഒരുപക്ഷെ ആദ്യം അവിടെ ഞാൻ എത്തിയതും ആദ്യമായി അത് പകർത്താൻ കഴിഞ്ഞതും ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പ്രസ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ദുരന്തം പോലും ഒരു എക്സ്ക്ലൂസീവ് ആവേണ്ടി വരിക, മരണം പോലും എക്സ്ക്ലൂസീവ് ആവേണ്ടി വരിക, അത് ലോകത്ത് മറ്റാർക്കും നേരിടാൻ പറ്റാത്ത, അഭിമുഖീകരിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അതും ഒരു ശൈശവക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പത്ര ഫോട്ടോഗ്രാഫറിൻ്റെ ഏറ്റവും ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ശൈശവ ദിനങ്ങളായിരുന്നു. അത് ഇന്നും എനിക്ക് സമ്മാനിച്ച ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളുണ്ട്. അത് എന്നും മനസ്സിലുണ്ട്. അത് വലിയൊരു കാലത്തിൻ്റെ ചെറിയൊരു തുടക്കമാണ്, അല്ലെങ്കിൽ തുടക്കമായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഇത്തരം അനുഭവങ്ങളൊക്കെ, തീപിടുത്തമുണ്ടാകുമ്പോഴും അതിനുശേഷം പല അറ്റാക്കുകളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് നൽകിയ പാഠത്തിൻ്റെ, ഒരു ബാലപാഠത്തിൻ്റെ ആരംഭം തൃശ്ശൂർ ദിനങ്ങൾ തന്നെയായിരുന്നു എന്നെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ എൻ്റെ ഒരു വഴികാട്ടി എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. നവാബ് ചരിത്രം രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ലോകം അദ്ദേഹത്തെ വ്യവഹാരിയായി കണ്ടാൽ പോലും നവാബിൻ്റെ ഒരു വ്യക്തിപ്രഭാവം വളരെ വലുതായിരുന്നു. അനീതിക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, നീതികേട്ടിനെതിരെ എല്ലാം ഒരു വലിയ പടവാളായിട്ട് തന്നെയാണ് അദ്ദേഹം നീങ്ങിയിരുന്നത്. തൃശ്ശൂരിൻ്റെ സായാഹ്നങ്ങളിൽ കേസിനോ ഹോട്ടലിൻ്റെ ലോണിൽ അദ്ദേഹം കൂട്ടിപ്പോയിട്ട് തൃശ്ശൂരിനെക്കുറിച്ചുള്ള പാഠങ്ങളും തൃശ്ശൂരിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും എല്ലാം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. ആ ഇടയ്ക്കാണ് അച്ഛനും അമ്മയും കുടുംബസമേതം തമിഴ്നാട്ടിലേക്കൊരു യാത്ര പോകാനായിട്ട് തൃശ്ശൂരിൽ വന്നിറങ്ങി. തൃശ്ശൂരിൽ നിന്നാണ് ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറേണ്ടിയിരുന്നത് എന്നെ കണ്ട് അവരെ യാത്ര അയക്കാൻ. അന്ന് ആ ട്രെയിനിന് റിസർവേഷൻ ഇന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല റിസർവേഷൻ സംവിധാനങ്ങൾ. അപ്പോൾ റിസർവേഷൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സാഹചര്യത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്തോ കാരണം പറഞ്ഞ് ആ റിസർവേഷൻ സീറ്റ് രാത്രിയിലായിരുന്നു. അപ്പോൾ യാത്ര അയക്കാൻ വന്ന കൂട്ടത്തിൽ അദ്ദേഹവും എൻ്റെ കൂടെ, എൻ്റെ ഉണ്ണിയുടെ അത്രയൊന്നും പരിചയമില്ലാത്ത നവാബ് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ഹൃദയത്തിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം എൻ്റെയും ഹൃദയത്തിൽ ഇടം നേടി റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ യാത്ര അയക്കാൻ വന്നിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന. അപ്പോൾ റിസർവേഷൻ നിഷേധിച്ചു എന്ന കാര്യം കേട്ടപ്പോൾ അടുത്ത നിമിഷം നവാബ് മറ്റൊന്നും ആലോചിക്കാതെ സ്റ്റേഷൻ മാസ്റ്ററെ റൂമിലേക്ക് കയറി ചെന്നു. ആ രംഗം ഞാൻ ഇന്നും ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ നവാബിൻ്റെ ആ സാന്നിധ്യം അവിടെ കണ്ട മാത്രയിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ സീറ്റിൽ നിന്ന് എണീറ്റു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിഷേധിക്കുന്നതിൽ തെറ്റില്ല, നിഷേധത്തിൻ്റെ കാരണം പറയണം എന്ന് പറഞ്ഞു. 2 വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഇല്ലെന്ന് നിശ്ചയിച്ച റിസർവേഷൻ വിത്തിൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ അവർ ശരിയാക്കിയെന്ന് മാത്രമല്ല, ആ ട്രെയിനിൽ അവരെ യാത്ര അയക്കാൻ ആ സ്റ്റേഷൻ മാസ്റ്ററും നവാബിൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ നവാബ് എന്നുള്ള വ്യക്തി എനിക്ക് ഫേവർ ചെയ്തതുകൊണ്ടല്ല ഞാൻ ഇത് പറഞ്ഞത്. നവാബ് അന്ന് തൃശ്ശൂർ നഗരത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു അവസാന വാക്കായിരുന്നു. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടെങ്കിൽ പോലും, പക്ഷേ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയ നവാബ് അദൃശ്യമായിട്ടെങ്കിലും
നവാബ് എന്നെ ഞാനാക്കിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലും ഓർക്കപ്പെടാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു പേരായതുകൊണ്ട് ഞാൻ വീണ്ടും നവാബിനെ ഇവിടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ദിനങ്ങളുടെ വിലങ്ങൻകുന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറമുള്ള വിലങ്ങൻകുന്ന് ഒരു കുന്നു മാത്രമായിരുന്നു. അന്നാണ് സർക്കാർ ആദ്യമായിട്ട് അത് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിലങ്ങൻകുന്നിൽ ഒരു ഗജമേള സംഘടിപ്പിച്ചത്. കൃത്യം ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അധികം 10 75 ആനകളോളം ആണ് അന്ന് തൃശ്ശൂരിൽ നിന്ന് ഘോഷയാത്രയായിട്ട് ആ വിലങ്ങൻകുന്നിലേക്ക്, അല്ലെങ്കിൽ വിലങ്ങൻകുന്നിൻ്റെ മുകളിൽ ആദ്യമായിട്ട്, പിന്നീട് നടന്നോ എനിക്കറിയില്ല, കാരണം ഞാൻ തൃശ്ശൂർ വിട്ടുപോയി. തൃശ്ശൂരിൽ നടന്ന ആ ഗജമേള ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു എനിക്കും അതുപോലെ തന്നെ തൃശ്ശൂർക്കാർക്കും. അന്ന് ഞാനെടുത്ത ഒരു പടം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ ഉണ്ട്. ഇവൻ ഒറിജിനലോ ഞാൻ തൊട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞ ആനകൾ മുഴുവൻ നിരന്ന് നിൽക്കുമ്പോൾ അത് ആലങ്കാരികമായി കൊണ്ടുവച്ച ഒരു 3 മരത്തിൻ്റെ ആനകളെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്നു വരുന്ന ഒരു കുട്ടിക്കൊമ്പൻ ഒരു വേള അവിടെ നിന്നിട്ട് ഈ ആനക്കുട്ടിയെ കണ്ടിട്ട് ആ തുമ്പിക്കൊയ്യ കൊണ്ട് ഈ മരത്തിൻ്റെ ആനക്കുട്ടിയെ, ഈ ആനയെ തൊട്ട് നോക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നത് കേരളത്തിലെല്ലാം പബ്ലിഷ് ചെയ്ത ഒരു പടം തന്നെയായിരുന്നു. ഇവൻ ഒറിജിനലോ ഡ്യൂപ്ലിക്കറ്റോ എന്നാണ് അതിൻ്റെ ക്യാച്ച് വേർഡ് എഴുതിയിരുന്നത്. പടത്തിൻ്റെ ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ കൊടുക്കുന്ന ഒരു, ഞങ്ങൾ പറയുന്ന ഒരു വാക്കാണ് ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്. അതിങ്ങനെയായിരുന്നു: തൊട്ട് വിശ്വസിക്കാം ഇവൻ ഒറിജിനലോ ഡ്യൂപ്ലിക്കറ്റോ. ആ പടം ഒരു പക്ഷേ തൃശ്ശൂരിലെ എൻ്റെ ഒരു വ്യക്തിമുദ്ര ചാർത്തിയ ചിത്രം തന്നെയായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ തൃശ്ശൂർ വേളയിൽ തന്നെയാണ് ദേശീയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയ മേള, ജംബൂരി മേള എന്ന് പറയുന്ന വർഷത്തിലൊരിക്കൽ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന 10,000 പേർ പങ്കെടുക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയോദ്ഗ്രഥന മേള. എനിക്ക് ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന മേള പാലക്കാട് ജംബൂരി. ആ വർഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെയും അവസാനമായും ജംബൂരി നടന്നത്, ദേശീയ തലത്തിൽ നടന്നത് പാലക്കാടായിരുന്നു. ആ ജംബൂരി മേളയ്ക്ക് കോട്ടയത്തു നിന്ന് എന്നെ ഡെപ്യൂട്ടേഷൻ അയക്കുകയായിരുന്നു. പാലക്കാട് വിശാലമായ പാലക്കാടൻ ഏതോ പ്രദേശത്ത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ ടെൻറ്റുകളും അവിടെ നിന്നുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും ത്രൂ ഔട്ട് രാവും പകലും ഉള്ള ഗംഭീരങ്ങളായ പരിപാടികൾ നടത്തുന്ന മേളയായിരുന്നു. 10 ദിവസത്തോളം ഞാൻ അവിടെ തുടർച്ചയായിട്ട് ജംബൂരി മേളയ്ക്ക് ഞാൻ കവർ ചെയ്തു. അന്ന് ഒരു പക്ഷേ മനോരമയിൽ വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ് ജംബൂരിയുടെ എക്കാലത്തെയും എൻ്റെ മറക്കാനാവാത്ത ചിത്രങ്ങൾ. അതുമാത്രമല്ല, പിന്നീട് ഞാൻ അറിഞ്ഞു ജംബൂരിയുടെ ഏറ്റവും നല്ല ചിത്രമെടുപ്പിനുള്ള പടം എൻ്റെ ചിത്രങ്ങളായിരുന്നു. അതിനവർ തന്നൊരു വലിയ മൊമെൻ്റോ ഇന്നും പാലക്കാട് മനോരമ യൂണിറ്റിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലുപരി ആ മൊമെൻ്റോ സൂക്ഷിച്ച പോലെ തന്നെയാണ് അന്ന് എനിക്ക് ജംബൂരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഹരിയാനയിൽ നിന്നുള്ള അഞ്ജലി എന്നുള്ള ഒരു കുട്ടിക്ക് എന്നോട് തോന്നിയ പ്രണയം, തിരിച്ച് അങ്ങോട്ടും തോന്നിയ ഭാഷയ്ക്കതീതമായ പ്രണയം. ഒരു പക്ഷേ അത്രയും നല്ല പടങ്ങളെടുക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷനായതും മോട്ടിവേഷനായതും ഒരു പക്ഷേ അഞ്ജലിയുടെ ഭാഷയ്ക്കതീതമായ സ്നേഹവും പ്രണയവും തന്നെയായിരുന്നു. ഇന്നും ഞാനവിടെ പോയി കഴിഞ്ഞാൽ ഓടിയെത്തുമായിരുന്നു. ഭാഷ അറിയാത്ത ഹരിയാനക്കാരി അഞ്ജലി ഇവിടത്തുള്ള നല്ല കുറേ സമയങ്ങളും ഫോട്ടോഷൂട്ടുകളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മേളയിൽ നിന്നുള്ള ഒരുപാട് സാന്നിധ്യം എനിക്ക് വളരെ ഹൃദ്യമായിരുന്നു. ജംബൂരി കഴിഞ്ഞിട്ടും ഈ അഞ്ജലി എന്നുള്ള കുട്ടി തിരിച്ച് ഹരിയാനയിലേക്ക് പോകാൻ കൂട്ടാക്കാതെ വിതുമ്പി ടീം ക്യാപ്റ്റനോട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആ നിമിഷം ഇന്നും
ആ പ്രായത്തിൻ്റെ ഒരു കൗമാരത്തിൻ്റെ ചാബല്യമായതുകൊണ്ടോ എന്തോ തോന്നിയൊരു പ്രണയം ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഒരു വേദനയോ വിടവോ സൃഷ്ടിച്ചു. അഞ്ജലിയെ മനസ്സിൽ നിന്നും ജമ്പൂരിയിൽ നിന്നും മാറ്റാൻ ഏറെ പ്രയാസപ്പെട്ടേണ്ടി വന്നു. അത് ഇന്നും ഞാൻ നിശബ്ദമായി ഓർക്കുന്ന, ഇപ്പോൾ ഈ ലോകത്തിന് മുൻപ് പറയുന്ന അഞ്ജലി ഇന്ന് ഹരിയാനയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. എന്നാലും അഞ്ജലിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും മായാതെ മനസ്സിലുണ്ട്. തുടർന്ന് പലപ്പോഴായിട്ടും ഈ ഭാഷ ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അഞ്ജലിയെ ആ ടീം ക്യാറ്റ് പഞ്ചാബിൻ്റെ ടീം ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് അഞ്ജലിയെ തിരിച്ച് ആ ടീമിലെത്തിക്കുകയും തിരിച്ച് പഞ്ചാബിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചത് എന്നും പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ യൗവനത്തിലെ അല്ലെങ്കിൽ കൗമാരത്തിലെ എൻ്റെ ഫോട്ടോഗ്രാഫർ ജീവിതത്തിലെ ആദ്യത്തെ സ്മരണീയമായ ഒരു ജമ്പൂരി പ്രണയം അഞ്ജലിയോടുള്ളതായിരുന്നു എന്നുകൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിൽ കാല് വെച്ച നിമിഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും മറക്കാനാവാത്ത ഒരു കാഴ്ചയല്ല, ഹൃദയഭേദകമായ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ കണ്ടത്. ഒരുപക്ഷെ എൻ്റെ അമ്മയോളം പ്രായമുള്ള ഒരു അമ്മൂമ്മയുടെ മണ്ണിൽ കുതിർന്ന തല, കോൺക്രീറ്റിൻ്റെ കമ്പികൾക്കൂടെ ഇടയിലൂടെ തല മാത്രം മുകളിലേക്കായിട്ട് മനുഷ്യൻ്റെ തലയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റിയായിരുന്നു. കുറ്റിയെപ്പോലെ ഉള്ള ഒരു തല, ഒരു ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നെനിക്കറിയില്ല. അവർ അതിലാണ് ചവിട്ടാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഒരു നിമിഷം എൻ്റെ അമ്മയെ മനസ്സിലോർത്തു, പിന്നെ ഭൂമിയിലുള്ള സർവ്വ ദൈവങ്ങളെയും മനസ്സിലോർത്ത് ഞാൻ ആ തലയിൽ ചവിട്ടിയിട്ടാണ് ഒരു പക്ഷേ ഇന്ന് ഈ പറയാൻ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ ഉണ്ടായത്.